ലോകത്തിന്റെ സാമ്പത്തിക ചക്രം നിശ്ചയിക്കുന്ന ഒരു ചെറുപാതയാണ് ഹോർമുസ് കടലിടുക്ക്. വലുപ്പത്തിൽ ചെറിയതാണെങ്കിലും അതിലൂടെ ഒഴുകുന്നത് വെറും കപ്പലുകളല്ല, ലോകത്തിന്റെ ഊർജ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയുമാണ്. ഒരു ചെറിയ തടസ്സം അവിടെ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിഫലം ഏഷ്യ മുതൽ അമേരിക്ക വരെ വ്യാപിക്കുന്ന വിപണികളിൽ വില തിരിച്ചറിയാം. ഇതുകൊണ്ട് തന്നെ ലോകത്തിലെ വലിയ നാവിക ശക്തികൾ ഈ കടലിടുക്കിനെ അവരുടെ നിയന്ത്രണത്തിൽ നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് വലിയ സ്വാധീനം ചെലുത്താനുള്ള തന്ത്രങ്ങളിലൂടെയാണ് ഇറാൻ ഈ മേഖലയിൽ തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഒരു കപ്പൽ തടയപ്പെട്ടാൽ ജപ്പാൻ മുതൽ അമേരിക്ക വരെ ഇരുട്ടിലാകും, വിപണികൾ തകർന്നടിയും. ലോകശക്തികൾ തങ്ങളുടെ കൂറ്റൻ പടക്കപ്പലുകളുമായി ഈ കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വെറുതെയല്ല. പക്ഷേ കടൽപ്പരപ്പിലെ ഈ ഉരുക്കുകോട്ടകളെ വെല്ലുവിളിക്കാൻ ഇറാന് ഭീമൻ കപ്പലുകളുടെ ആവശ്യവുമില്ല. സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരത്തിന് തടയിടാൻ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യ പ്രതിരോധമാണ്. ശത്രുവിന്റെ റഡാറുകളിൽ തെളിയുന്ന വിമാനവാഹിനി കപ്പലുകളല്ല ഈ പോരാട്ടത്തിലെ യഥാർത്ഥ നായകർ, മറിച്ച് കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ടിൽ പേർഷ്യൻ കടലിടുക്കിന്റെ ഓരോ സ്പന്ദനവും അറിഞ്ഞ് പതിയിരിക്കുന്ന ഇറാന്റെ മിഡ്സെറ്റ് അന്തർവാഹിനികളാണ്. അത്യാധുനിക സങ്കേതങ്ങൾക്കും ചാരക്കണ്ണുകൾക്കും പിടികൊടുക്കാത്ത ഈ നിശബ്ദ പോരാളികൾ ഇറാന്റെ മണ്ണിലേക്ക് കണ്ണെറിയുന്ന ഏതൊരു ശക്തിക്കും മാരകമായ തിരിച്ചടി നൽകാൻ ഇവർ സജ്ജമാണ്. ഇറാന്റെ ഈ തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് ഖാദർ ക്ലാസ് മിഡ്സെറ്റ് അന്തർവാഹിനികളാണ്. വെറും 29 മീറ്റർ നീളവും 120 മുതൽ 150 ടൺ വരെ ഭാരവുമുള്ള ഈ സബ്മറീനുകൾ പരമ്പരാഗത അന്തർവാഹിനികളുടെ 10-1 വലുപ്പം മാത്രമുള്ളവയാണ്. എന്നാൽ ഈ ചെറിയ വലുപ്പം തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ ശക്തി. പേർഷ്യൻ ഗൾഫിലെ ആഴം കുറഞ്ഞതും ശബ്ദം നിറഞ്ഞതുമായ കടൽ പരിസരത്തിൽ പ്രവർത്തിക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഇവ ആധുനിക സോണാർ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവയാണ്. വലിയ ആണവ സബ്മറീനുകൾക്ക് ആവശ്യമായ ആഴമില്ലാത്ത പ്രദേശങ്ങളിലും കടൽ തീരത്ത് അടിഭാഗത്തിരുന്ന് ലക്ഷ്യങ്ങൾ കാത്തിരിക്കാൻ കഴിയുന്ന ഇവ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ഒരു തന്ത്രമാണ് അവതരിപ്പിക്കുന്നത്. ഈ അന്തർവാഹിനികളുടെ യഥാർത്ഥ ശക്തി അവയുടെ ആയുധശേഷിയിലാണ് പ്രകടമാകുന്നത്. 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂപ്പർ കാവിറ്റേറ്റിംഗ് ടോർപിഡോകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതികരണ സമയത്തെ ഇല്ലാതാക്കുന്ന ആക്രമണങ്ങൾ നടത്താൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ ജാസ് 2 പോലുള്ള ക്രൂയിസ് മിസൈലുകൾ വെള്ളത്തിനടിയിൽ നിന്നും തന്നെ വിക്ഷേപിക്കാൻ കഴിയുന്നതോടെ 300 കിലോമീറ്റർ വരെ വ്യാപിക്കുന്ന ആക്രമണ പരിധി ഇറാന്റെ കൈവശമാകുന്നു. ഇതിലൂടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള കഴിവ് ഇറാൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ സബ്മറീനുകളുടെ ഏറ്റവും നിർണായകമായ കഴിവ് നാവിക മൈനുകൾ സ്ഥാപിക്കുന്നതിലാണ്. രാത്രിയുടെ മറവിൽ അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ രഹസ്യമായി മൈനുകൾ സ്ഥാപിക്കാൻ ഇവയ്ക്ക് കഴിയും. ഒരു മൈൻ കണ്ടെത്തിയാൽ പോലും അത് നീക്കം ചെയ്യാൻ ദിവസങ്ങളോ ആഴ്ചകളോ വേണ്ടിവരും. അതുവരെ മുഴുവൻ കപ്പൽ ഗതാഗതവും നിർത്തിവെക്കപ്പെടും. ഇതിലൂടെ നേരിട്ടുള്ള യുദ്ധമില്ലാതെ തന്നെ ഹോർമുസ് കടലിടുക്കിനെ നിയന്ത്രിക്കാൻ ഇറാനിന് കഴിയുന്നുവെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ നേട്ടം. ഈ അദൃശ്യ ഭീഷണി തന്നെയാണ് ആഗോള ശക്തികളെ ആശങ്കപ്പെടുത്തുന്നത്. ഇറാന്റെ നാവിക തന്ത്രം സാങ്കേതികതയിലും ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യങ്ങളിലും ആധാരിതമാണ്. ഗേഷ്, ലാറക് ദ്വീപുകൾക്ക് സമീപമുള്ള കടൽ ഭാഗങ്ങളിൽ സബ്മറീനുകൾ വിന്യസിച്ച് കടന്നു പോകുന്ന ടാങ്കറുകളെ പതിയിരുത്തി ആക്രമിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഹോർമോസ് ഖാൻ തീരപ്രദേശങ്ങളിലെ പർവ്വതങ്ങൾക്കുള്ളിൽ നിർമ്മിച്ച തുരങ്കങ്ങളിൽ നിന്ന് ഈ സബ്മറീനുകൾ കടലിലേക്ക് പ്രവേശിക്കുന്നത്. ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്ന് പോലും അവയെ മറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതുവഴി ഇറാൻ തന്റെ പ്രതിരോധ സംവിധാനത്തെ വളരെ ആസൂത്രിതമായ രീതിയിൽ വിന്യസിച്ചിരിക്കുന്നു. ഖാദർ ക്ലാസ് സബ്മറീനുകൾക്ക് പുറമെ ഫത്തെ, കിലോ, നഹാങ് തുടങ്ങിയ വ്യത്യസ്ത ശേഷികളുള്ള അന്തർവാഹിനികളും ഇറാന്റെ നാവിക ശക്തിയിൽ ഉൾപ്പെടുന്നു. കൂടാതെ ആളില്ല അണ്ടർ വാട്ടർ വാഹനങ്ങൾ, നീന്തൽ ഡെലിവറി വാഹനങ്ങൾ തുടങ്ങിയ നവീന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ തന്റെ അസമീകൃത യുദ്ധതന്ത്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഇത് പരമ്പരാഗത നാവിക യുദ്ധരീതികളെ വെല്ലുവിളിക്കുന്നതിനോടൊപ്പം വലിയ സൈനിക ശക്തികളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായി മാറുന്നു. ഇറാന്റെ ഈ സമീപനം വെറും സൈനിക ശക്തിയുടെ പ്രകടനമല്ല, മറിച്ചൊരു സാമ്പത്തിക തന്ത്രവുമാണ്. ഹോർമുസ് കടലിടുക്കിൽ സമ്മർദ്ദം സൃഷ്ടിക്കാൻ കഴിയുന്ന ശേഷി ആഗോള എണ്ണവിലകളെയും ഇൻഷുറൻസ് നിരക്കുകളെയും നേരിട്ട് ബാധിക്കുന്നു.
ഇതിലൂടെ യുദ്ധഭൂമിക്ക് പുറത്തും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇറാന് സ്വാധീനം ചെലുത്താൻ കഴിയും. വലിയ ശക്തികൾക്ക് പോലും പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാൻ കഴിയാത്ത ഈ മേഖലയിലെ ഇറാന്റെ ചെറിയ അന്തർവാഹിനികൾ യഥാർത്ഥത്തിൽ ഒരു വലിയ തന്ത്രപരമായ ശക്തിയുടെ പ്രതീകങ്ങളായി മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ അന്തർവാഹിനി തന്ത്രം ആധുനിക യുദ്ധത്തിന്റെ പുതിയ മുഖമാണ്. വലിയ കപ്പലുകളും ആണവ സബ്മറീനുകളും മാത്രം വിജയത്തിന്റെ മാനദണ്ഡമല്ലെന്ന് തെളിയിക്കുന്ന ഈ മാതൃക ചെറുതും നിശബ്ദവുമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വലിയ ശക്തികളെ പോലും നിയന്ത്രിക്കാമെന്ന് ലോകത്തിന് മുൻപിൽ കാണിച്ചു തരുന്നു. ഇറാൻ തന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിയും സാങ്കേതിക കഴിവുകളും ചേർത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഈ തന്ത്രം ഭാവിയിലെ നാവിക യുദ്ധരംഗത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുണ്ട്.